അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വലിയൊരു വാഹന അപകടത്തിൻ്റെ ഞെട്ടിക്കുന്ന വാർത്ത കേട്ട ഷോക്കിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. വാൽപ്പാറയിൽ മലയാളികൾ സഞ്ചരിച്ച ട്രാവൽ വാൻ അപകടത്തിൽപ്പെട്ട് 9 പേര് മരണപ്പെട്ടിരിക്കുന്നു, 4 പേര് ചികിത്സയിലാണ് എന്നുള്ളൊരു വാർത്ത. മലയാളികളായ അധ്യാപക സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവൽ വാനാണ് വാൽപ്പാറ ചുരത്തിലെ 13-ാം വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് 800 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു വീണത്. 800 അടി താഴ്ചയിലേക്ക് ഒരു വാൻ മറിഞ്ഞു വീണാലുണ്ടാവുന്ന അവസ്ഥ, ആ അപകടത്തിൻ്റെ ഭീകരത എത്രത്തോളം വലുതാണ്. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ 7-8 ആളുകൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമാണ് മരണപ്പെട്ടത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അള്ളാഹു മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. ഈ ചികിത്സയിലുള്ളവർക്കെല്ലാം അള്ളാഹു ഷിഫാ നൽകട്ടെ. ഇന്ന് രാവിലെയാണ് മലപ്പുറം ജില്ലയിലെ പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിൽ നിന്നുള്ള അധ്യാപക സംഘം അവർ ഈ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെയാണ്, വെള്ളിയാഴ്ച രാവിലെയാണ് അവർ യാത്ര തിരിക്കുന്നത്. വാൽപ്പാറയിലേക്കുള്ള യാത്ര ചാലക്കുടി ആതിരപ്പള്ളി വഴി മലക്കപ്പാറ വഴിയാണ് അവർ വാൽപ്പാറയിലെത്തിയത്. അങ്ങനെ വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് വളരെയേറെ സന്തോഷത്തോടു കൂടെ അവർ മടങ്ങി വരുമ്പോഴാണ് വൈകിട്ടൊരു 5 മണിയോടുകൂടെ ഈ ഒരു അപകടം സംഭവിക്കുന്നത്. 13-ാം വളവിൽ വെച്ച് അവരുടെ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട് താഴേക്ക് മറിഞ്ഞ് 9-ാം വളവിലെ റോട്ടിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു എന്നാണ്. 13-ാം വളവിൽ നിന്ന് വാഹനം 600 അടി എന്നും പറയുന്നു, 800 അടി എന്നൊക്കെ പറയുന്നുണ്ട്. ചില മാധ്യമങ്ങളിലേക്ക് കണ്ടിരുന്നു 800 അടി എന്ന്, ചിലതിൽ 600 അടി എന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ 9-ാം വളവിലെ റോഡിലാണത്രേ ഈ വാഹനം വന്ന് പതിച്ചത്. വിജനായ പ്രദേശമാണ്, മലമ്പ്രദേശമാണല്ലോ. പിന്നെ അതുവഴി വേറെ ഉല്ലാസയാത്രയ്ക്ക് വന്ന ചില ആളുകളാണ് ഈ അപകടം കാണുന്നതും അവരാണ് ഉടനെ തന്നെ പോലീസിനെയും അതുപോലെ ഫോറസ്റ്റ് അധികൃതരെയും മറ്റുമൊക്കെ അറിയിക്കുന്നതും. അവരൊക്കെ എത്തിയതിന് ശേഷമാണ് പിന്നീട് രക്ഷാപ്രവർത്തനം എല്ലാവരും കൂടി, പോലീസും ഫയർഫോഴ്സും അതുപോലെ ഈ ഫോറസ്റ്റ് അധികൃതരും എല്ലാവരും കൂടിയിട്ടാണ് ഈ മറ്റ് യാത്രക്കാരൊക്കെ കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോഴേക്കും തന്നെ ഈ വലിയ അപകടം, ഇത്രയും വലിയ ഹൈറ്റിൽ നിന്നാണല്ലോ താഴേക്ക് വരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 7 ആൾ മരണപ്പെട്ടു അല്ലെങ്കിൽ 8 ആൾ മരണപ്പെട്ടു എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഒരു കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷമാണ് മരണപ്പെട്ടത്. ഇവരൊക്കെ ഉള്ളത് പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിലാണത്രേ. ഇപ്പോൾ ഇവരുടെയൊക്കെ ജനാസയുള്ളത്. ഇന്ന് രാത്രി തന്നെ അവരുടെ ജനാസ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറുമെന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ചികിത്സയിലുള്ളവർ കോയമുത്തൂർ ഹോസ്പിറ്റലിലും മറ്റുമൊക്കെയാണത്രേ. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു യാത്രയാണ്, ഒരു അപകട വാർത്ത. വളരെയേറെ സന്തോഷത്തോടു കൂടെയാണ് ഇവരിന്ന് യാത്ര ചെയ്തത്. അതിൽ തന്നെ ഈ 9 പേര്, ഈ മരണപ്പെട്ട 9 പേരിലെ വാർത്തകൾ, അതിലൊരു മജീദ് മാഷുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റംല ടീച്ചറുണ്ട്, അതുപോലെ ഒരു സുഹറ ടീച്ചർ, അവരുടെ മകനുണ്ട്, 12 വയസ്സുകാരനായ മകനുണ്ട്. അങ്ങനെ 9ഓളം പേരാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ കൊളത്തൂർ സ്വദേശിയായ അജിത ടീച്ചർ, അവർ ഈ GLP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. അതുപോലെ പാങ്ങിലെ താണിക്കോട് സ്വദേശിയായ റംല ടീച്ചറും, പാങ് ഈസ്റ്റ് സ്വദേശിയായ സുഹറ ടീച്ചറും, കൊളത്തൂർ സ്വദേശി ആശ, അതുപോലെ പാങ് മില്ലുംപടി സ്വദേശിയായ മജീദ് മാഷിൻ്റെ ഭാര്യ റുഖിയ, അതുപോലെ തന്നെ പള്ളിപ്പറമ്പ് സ്വദേശിയും സ്കൂളിലെ പാചകക്കാരി കൂടിയായ സാജിദ 45, അതുപോലെ ഈ സാജിദയുടെ മകനുണ്ട്. സാജിദയുടെ മകന് ചികിത്സയിലാണ്. അതുപോലെ സുഹർ ടീച്ചറിൻ്റെ മകനുണ്ട് ഹിഷാം, 12 വയസ്സ്, അവർ മരിച്ചു. അതുപോലെ തന്നെ പാങ് GUPSലെ അധ്യാപികയായ ഷക്കീല ടീച്ചർ 37 പേരാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണ ഷിഫ നൽകട്ടെ. ആ കുടുംബത്തിനൊക്കെ അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. വളരെയേറെ സന്തോഷത്തോടുകൂടെ തിരിച്ച യാത്ര അവസാനം വലിയ ഒരു കണ്ണുനീരിൽ കലാശിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചൊരു വാർത്തയാണ്. ഏതായാലും ഇപ്പോൾ നിലവിലുള്ളതൊക്കെ തമിഴ്നാട്ടിലാണ്, പൊള്ളാച്ചിയിലാണ്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളും അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ പൂർത്തിയാക്കി ഉടനെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ.
കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അപകട മരണമാണല്ലോ. അള്ളാഹു അവർക്കൊക്കെ പ്രതിഫലം നൽകട്ടെ, സ്വർഗം നൽകട്ടെ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ. ചികിത്സയിലുള്ളവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ. ഇനി കൂടുതൽ കൃത്യ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ ചികിത്സയിലുള്ളവർ അവർ സംസാരിക്കണം. അവർക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.